ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു കേട്ടോ ലോങ് വീഡിയോ ഒരെണ്ണമെന്ന്. കാരണം വെച്ചാൽ ഞാൻ കുറേ ജ്വല്ലറി കണ്ടുപിടിച്ച് ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻവിസിബിൾ ആയിട്ടുള്ള ജ്വല്ലറീസൊക്കെ വളരെ റേറ്റ് കുറവിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഇൻവിസിബിൾ ജ്വല്ലറീസ് ഇപ്പോൾ നമുക്ക് കാണിക്കാം കേട്ടോ. ആദ്യത്തെ മാല കേട്ടോ, ഇതൊക്കെ വന്നിട്ടുള്ള 200 താഴെയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ എടുത്ത് പറയാണ് 150 രൂപ അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ മാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ലക്ഷ്മി ദേവിയുടെ ഒരു കാശുമ്മ കൊത്തിയൊരു രൂപ കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ. ഇതിന് നമുക്ക് ഗോൾഡായിട്ട് തന്നെ ശരിക്കും നമുക്ക് തോന്നും. അത്രയും റിയൽ ആയിട്ടുള്ളൊരു മാലയായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം ഇടാൻ പറ്റുന്ന നല്ല ട്രഡീഷണൽ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ ഇത്. ഇത്രയും റേറ്റ് കുറവിൽ ഇത്രയും നല്ല മാല കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീഷോയിൽ മാത്രമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. ഗോൾഡൻ ആയിട്ടുള്ളൊരു ത്രെഡാണ്. ത്രെഡുമ്മേ ഒരു ലോക്കറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഗോൾഡ് അല്ലെന്ന് ആരും പറയില്ല. അത്രയും നല്ല ഭംഗിയുള്ള ഒരു ആൻറ്റിക് ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഈ കാട്ടിയിട്ടുള്ള ഫോട്ടോയിലുള്ള കേട്ടോ അതിൻ്റെ ശരിക്കുള്ള ഒരു രൂപം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്റ്റ് കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് വിശദമായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കാം. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മളൊക്കെ ഇടാൻ കൊതിക്കുന്ന മാലയായിട്ട്. നമുക്ക് പാലക്കാമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളീയർക്ക് ഒരു വികാരമാണെന്നല്ലേ പറയുക. അത്രയും അടിപൊളി ഒരു പാലക്കുണ്ട്. ഇത് ശരിക്കും ഗ്രീനിലൊക്കെ വരുന്നുണ്ട്. ഞാൻ റെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നതും 200 താഴെ കേട്ടോ. ഇതിൻ്റെ കൂടെ ഇയറിങ്സും കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു മാല കേട്ടോ. അത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗ്രീനും റെഡൊക്കെ ആയിട്ട് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇതും ഗോൾഡൻ ത്രെഡ് പോലത്തെ ഒരു സംഭവത്തുമ്പോൾ വന്നിട്ടുള്ള കേട്ടോ. നല്ല ബോളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല. അത്ര അടിപൊളി കേട്ടോ. ഇനി മൂന്നാമത്തെ മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഭരതനാട്യം ജ്വല്ലറിയുടെ ഈ സൗത്ത് ഇന്ത്യൻ ജ്വല്ലറി എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനത്തെ മാലകളാട്ടോ. കെമ്പ് ഡിസൈനൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലേക്കാട്ടി കുറച്ചും കൂടി വ്യത്യാസമാണ് കാണാൻ. കാരണം പണ്ടത്തെ നമ്മുടെ നാട്ടിൽ പതക്കം അങ്ങനെയൊക്കെ പറയുന്നതാണ്. പല പല വെറൈറ്റി മോഡൽ ഉണ്ട് കേട്ടോ. ഞാൻ കുറേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജ്വല്ലറീസ് ഇടാൻ വേണ്ടിയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ ഞാൻ കുറേ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടേശ്വരം മാല അങ്ങനത്തെ പറയും. കണ്ടസാരം മാല, കണ്ടേശ്വരല്ല കണ്ടസാരം മാലയാണ്. അപ്പോൾ അതിൻ്റെ ലോക്കറ്റ് മാത്രമാണുള്ളൂ കേട്ടോ. അതിൻ്റെ ശരിക്കുള്ള മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഗോൾഡിൻ്റെ ഒരു ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസം കാണാൻ. പക്ഷെ ഭയങ്കര നമ്മൾ ഗോൾഡിലൊക്കെ പണിയണമെങ്കിൽ ഹെവി റേറ്റും ഹെവി വെയിറ്റും ഒക്കെ വേണം. അപ്പോൾ അത് നമുക്ക് നമ്മളെ പോലെ സാധാരണക്കാർ ഇത്രയും അഡിക്വേറ്റ് ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് വാങ്ങുന്നത് കിട്ടാനുള്ള പിന്നെ ഗോൾഡിൻ്റെ ആവശ്യമില്ലല്ലോ. ഗോൾഡ് എന്നൊരു അസറ്റായിട്ട് കൈ വെക്കാവുന്നതുള്ളൂ. ഇത്രയും നല്ല ഭംഗിയുള്ള മോഡലൊക്കെ ഈ മീഷോയിലൊക്കെ നല്ല അവൈലബിൾ ആട്ടോ. ഞാൻ ഇതൊരു മാല കാണിക്കാം കേട്ടോ. ഇതിന് നമുക്ക് പൂത്താലി എന്ന് പറയാം കേട്ടോ. നമ്മുടെ കേരളത്തിൽ പൂത്താലിക്കല്ല് എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ഒരു മാലയാണ്. ഇതിൻ്റെ കുറേ കട്ടകൾ ചേർന്നിട്ടുള്ളതാണ് പൂത്താലി എന്ന് പറയുക. അതിൻ്റെ സിംഗിൾ ലോക്കറ്റ് ആയിട്ടുള്ള മാല കേട്ടോ. ഇത് മീഷോയിൽ വന്നിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ 3-4 കട്ടുള്ളതും അവൈലബിൾ ആണ്. അത് കുറച്ചും കൂടി വെയിറ്റ് ഉണ്ട്. ഇത് 200 താഴെ വന്നിട്ടുള്ള കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഡിസൈനൊക്കെ കാണാൻ. നമുക്ക് ട്രഡീഷണൽ നല്ല ഒക്കെ ആയിട്ട് നല്ല കിടിലനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു മാലയാണിത്. നല്ല ഒരു ഹെവി എന്താ പറയുക, ഒരു ഹെവി വർക്കും മറ്റേ എന്താ പറയുക ഡിസൈനൊക്കെ നമുക്ക് കാണേണ്ടത് തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഒക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ കൊടുക്കാം കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടമായിട്ടുള്ള മാല, അതുവരെ വാങ്ങിയ മാലയിൽ എനിക്ക് ഇഷ്ടമായത് ഇതും പിന്നെ ആ കെമ്പിൻ്റെ ആ ജ്വല്ലറി ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇട്ടിട്ട് ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഗോൾഡിൻ്റെ ത്രെഡ് തന്നെയാണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പുറത്ത് നമുക്ക് വേറെ വെബ്സൈറ്റിലൊക്കെ ഒരു 900ൻ്റെ മേലെ പൈസ വരുന്ന ഒരു മാല കേട്ടോ. അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇനി ഞാൻ ശരിക്കും കുറേ ജ്വല്ലറീസ് ഞാൻ പാർട്ട് 2 ഉള്ള വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അത് കുറച്ച് ലേറ്റ് ആവും കാരണം ഞാൻ ഓർഡർ ചെയ്ത് കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് ഈ മാല കേട്ടോ. പക്ഷേ ഇത് കുറച്ച് ലെങ്ത്ത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ലോക്കറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇട്ടിട്ട് കഴുത്തിൽ കുടുങ്ങി കിടക്കണമായിരുന്നു. ഞാൻ കുറച്ചും കൂടി ലൂസായിട്ടുള്ളത് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുക. അതിൻ്റെ കണ്ണി പൊട്ടിപ്പോയത് എന്തോ ആണ്. ഞാൻ ആ മാലയൊന്ന് വെയർ ചെയ്ത് നോക്കട്ടെ. ഇതാണ് ആ മാലയുടെ പാറ്റേൺ വരുന്നത്. നല്ല രസമുണ്ട്. ലോട്ടസിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാട്ടോ വന്നിട്ടുള്ളത്. ഈ മാല ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയാണ് ഒരു കഴുത്തിൽ ഭയങ്കര കുടുക്കാണ്. ഇതെനിക്ക് കുറച്ചും കൂടി എനിക്ക് വാങ്ങിയതിൽ കുറച്ച് അബദ്ധമായിട്ട് തോന്നിയ മാല കേട്ടോ. നല്ല കുടുക്കുണ്ട്. ചിലപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്ത് വേറെ ഐറ്റം വീണ്ടും എക്സ്ചേഞ്ച് ചെയ്താൽ വേറെ ഐറ്റം നല്ലത് കിട്ടുമായിരിക്കും എന്ന് വിശ്വസിക്കാം. അപ്പോൾ രസമുണ്ട് കാണാൻ. മാലയൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഭയങ്കര കുടുങ്ങിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ കൊടുക്കുക. അല്ലെങ്കിൽ എന്നോട് പ്രൊഡക്റ്റ് കോഡ് ചോദിച്ചാൽ മതി. ഞാൻ പ്രൊഡക്റ്റ് കോഡ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. അതിൻ്റെ പ്രൊഡക്റ്റ് കോഡും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.